എല്ലാവരും പറയുന്നത് നമ്മുടെ സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിന് എന്ന് പറയുന്ന പോലെ ലാല് ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് വേറെ ആളെ അന്വേഷിക്കുന്നത്. അപ്പോൾ ലാലിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലാലിനെ ആ സമയത്ത് ലാല് ബാംഗ്ലൂരിൽ ഒരു മാസത്തെ ഒരു സുഖചികിത്സയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. ഞാനും രഞ്ജിത്തും അവിടെ നേരിട്ട് പോയി ലാലിനടുത്ത് കാര്യം പറഞ്ഞു. അതിനെന്താ നിങ്ങളുടെ സിനിമയില്ലേ നമുക്ക് ചെയ്യാം എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ അത് തീർന്നു. 2 ദിവസമാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ലാൽ അന്ന് താടിയൊക്കെ വളർത്തി വളരെ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് വളരെ ഒരു പയസ് ലുക്കിലേക്കൊക്കെ വന്നു. ലാൽ ഭയങ്കര ശാന്തനായ ഒരാളുടെ ലുക്കൊക്കെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ലാലിനടുത്ത് പറഞ്ഞു ഇവിടുന്ന് നേരെ വന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം, താടി പഠിക്കരുത്, ഇങ്ങനത്തെ കണ്ടീഷൻസിന് വരാൻ പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്ത്. ആ ക്യാരക്ടറിനെ ഒരുപാട് എൻഹാൻസ് ചെയ്യാനായിട്ട് ആ ഒരു ലുക്ക് അല്ലെങ്കിൽ ലാലിൻ്റെ അപ്പുറത്തെ ഒരു എന്താണ് ഒരു മുഖത്തിൻ്റെ ആ ഒരു ഭയങ്കര ഒരു പ്ലസൻറ്റ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആ ക്യാരക്ടറിനെ വല്ലാതെ ഹെൽപ്പ് ചെയ്തു. അപ്പം ലാലിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ എത്തുന്നതിന് വരെ ഒളിപ്പിച്ച് വെച്ചിരുന്നു. കാരണം ആ ഒരു സർപ്രൈസ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിരുന്നു. ആ സർപ്രൈസ് തിയേറ്ററിൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും